കടുവാ ഭീതിയെ തുടർന്ന് പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 8, 9, 11 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. അമരക്കുനിയിലിറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ 4ാം ദിവസവും തുടരുന്നു. കടുവ ഇന്നലെ രാത്രിയും ആടിനെ കൊന്നിരുന്നു. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ, കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജാഗ്രതാ നിർദ്ദേശം ഈ പറഞ്ഞ വാർഡുകളിലൊക്കെ തുടരുകയാണോ? തീർച്ചയായും 8, 9, 11 വാർഡുകളിലാണ് ഇപ്പോൾ കലക്ടറുടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8, 9, 11 വാർഡുകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാനും കൂട്ടം കൂടുന്നത് ഒഴിവാക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ഭീതി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 ആടുകളെ കടുവ കൊന്നു കഴിഞ്ഞു. ഈ കടുവയെ പിടികൂടാനാകുമെന്ന് തൊട്ടടുത്ത് എത്തി എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സമയത്താണ് കടുവ വീണ്ടും കാണാമറയത്തേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ പുല്ലരിയുന്ന ആളുകൾ കടുവയെ നേരിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോട് ഇന്നലെ രാത്രി ഒരു 10 മണിയോട് കൂടി നേരത്തെ കൊന്ന ആടിനെ കെണിയാക്കി വെച്ചിടത്ത് കടുവ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ ആ കൂട്ടിൽ കയറും എന്ന് ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. വനം വകുപ്പ് അതിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് രാത്രി മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അല്പനേരം ആ കൂടിന് സമീപത്ത് നിന്നതിന് ശേഷം കടുവ പിന്നെ കാണാമറയത്തേക്ക് പോയി. പിന്നീട് അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ കാണുന്നത് 11:45 കൂടി മറ്റൊരു സ്ഥലത്ത്, 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് ആടിനെ പിടിക്കുന്നതാണ്. തോപ്ര എന്ന് പറയുന്ന സ്ഥലത്ത്, അംഗനവാടിയോട് ചേർന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അവിടെ നിന്ന് ആടിനെ പിടിക്കുന്നതാണ് നമ്മൾ പിന്നെ കേൾക്കുന്നത്. പിന്നെ അതിനുശേഷം കടുവയെ കാണുന്നില്ല. ആ പ്രദേശത്ത് കടുവ ആടിനെ കൊന്നതോടുകൂടി തന്നെ ആളുകൾ ബഹളം വെച്ചതോടുകൂടി കടുവ അതിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അപ്പോൾ തിരിച്ചെത്തും എന്ന് ഉണ്ടായിരുന്നു. കടുവയുടെ പ്രകൃതം അതാണ്, അങ്ങനെയാണ്. കാരണം കടുവ കൊന്നിട്ട ഭക്ഷ്യവസ്തുക്കൾ, അതായത് കടുവ കൊന്നിട്ട ഇരയെ പിന്നീട് കഴിക്കാൻ വേണ്ടി അത് തിരിച്ചെത്താറുണ്ട്. അത് പകുതി കഴിച്ചതാണെങ്കിലും പിന്നീട് തിരിച്ചെത്താറുണ്ട്. അങ്ങനെ ഈ കടുവ കൊന്നിട്ട ആടിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് വനംവകുപ്പ് മയക്കുവെടി വിദഗ്ധ സംഘം ആ വീട്ടിൽ കാവലിരുന്നു. പക്ഷേ കടുവ പിന്നീട് അങ്ങോട്ട് വന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഇന്ന് രാവിലെ 2 കിലോമീറ്റർ അപ്പുറമുള്ള വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കടുവയെ ഒരാൾ പുല്ലരിയുന്നതിനിടെ, അദ്ദേഹവും ഭാര്യയും പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കാണുന്നത്. രാവിലെ 7:30യോടെയാണിത്. അതേ തുടർന്ന് പിന്നീട് കടുവക്കായുള്ള തെരച്ചിൽ മയക്കുവെടി വിദഗ്ധ സംഘം ആ തോട്ടം വളഞ്ഞ് അരിച്ചു പെറുക്കിയെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ കടുവ എവിടെയാണ് എന്ന് ആർക്കും അറിയാത്ത സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ 10 ദിവസമായി ജനവാസ കേന്ദ്രത്തിൽ കടുവയുണ്ട്. അതിൽ തന്നെ 7 ദിവസമായി കടുവയുടെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് 7 ദിവസത്തിനിടെ 5 ആടുകളെ കൊന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, കടുവ ആടിനെ മാത്രമാണ് കൊന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പശുവിനെയോ മറ്റും വളർത്തുമൃഗങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്തുന്നില്ല. ഇതിൽ നിന്ന് വനംവകുപ്പ് എത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് അവശനായ കടുവയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ കാട്ടിൽ കയറി ഇര തേടാൻ കഴിയാത്തത് കൊണ്ടാണ് കൂട്ടിൽ കെട്ടിയിട്ട ദുർബല മൃഗങ്ങളെ, അതും പശുവിനെ പോലെ വലിയ മൃഗങ്ങളെ പിടികൂടുന്നില്ല, ചെറിയ മൃഗങ്ങളെയാണ്, അത് ആടിനെ മാത്രമാണ് ഇതുവരെയും പിടിച്ചിട്ടുള്ളത്. അത് അവസാനത്തെ 3 തവണ കടുവ കൊന്നെങ്കിൽ പോലും ആടിനെ ഭക്ഷിക്കാൻ അതിന് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശന്നിരിക്കുന്ന ഒരു കടുവ ഈ ചുറ്റുപാടിൽ എവിടെയോ ഉണ്ട് എന്നത് ഭീതിതമായ സാഹചര്യമാണ്. മനുഷ്യരെ നേരെ ആക്രമണം ഉണ്ടാകില്ല എന്നോ അല്ലെങ്കിൽ മറ്റിനി വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നോ പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികളെല്ലാവരും കഴിയുന്ന. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മയക്കുവെടി വെക്കുകയാണെങ്കിലും ആളുകൾ പുറത്തിറങ്ങാതിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് സഹകരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആളുകൾ വലിയ പേടിയിൽ തന്നെയാണുള്ളത്. ഏറെ ദിവസമായി ആളുകളെ പേടിപ്പിച്ച് അവിടെ തന്നെ തുടരുകയാണ് കടുവ. ഇപ്പോഴും എവിടെയാണ് എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. വനം വകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ്. അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.